ഭൂരഹിതരായ കർഷക ദമ്പതിമാരുടെ മകനായി പിറന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പടിപടിയായി വളർന്ന് സിപിഐയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയ ദളിത് സമൂഹത്തിൽ നിന്നുള്ള ആദ്യ നേതാവാണ് ഡി രാജ. 2019 ജനറൽ സെക്രട്ടറിയായ ഡി രാജ ഇത് 3-ാം തവണയാണ് ജനറൽ സെക്രട്ടറി പദവിയിൽ എത്തുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ദളിത് പ്രശ്നങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയ ഡി രാജ സിപിഐയുടെ ആശയപരമായ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിലും വലിയ പങ്കാണ് വഹിച്ചത്. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന്റേതിന് സമാനമായ ജീവിത രീതിയാണ് ദുരൈസ്വാമി രാജ അഥവാ ഡി രാജ എന്ന തമിഴ്നാട് വെല്ലൂർ സ്വദേശിയുടേത്. ലാളിത്യമാണ് മുഖമുദ്ര. ജനങ്ങളുമായി അടുത്തിടപഴകുകയും രാഷ്ട്രീയ എതിരാളികളുമായി പോലും സൗഹാർദ്ദപരമായി പെരുമാറുകയും ചെയ്യുന്ന വ്യക്തി. സിപിഐയുടെ തലപ്പത്തെത്തുന്ന ദളിത് സമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ നേതാവ്. വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്താതെ രാഷ്ട്രീയ വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശൈലി. ഡി രാജയെ വ്യത്യസ്തനാക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇതൊക്കെയാണ്. വെല്ലൂർ ജില്ലയിലെ ചിത്തത്തൂരിൽ ഒരു ദളിത് കർഷക കുടുംബത്തിൽ ജനിച്ച ഡി രാജ തന്റെ ഗ്രാമത്തിൽ നിന്നുള്ള ആദ്യത്തെ ബിരുദധാരിയായിരുന്നു. കോളേജ് കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന രാജ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷനിലാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. 1975 ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയായി. 1985 ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ ദേശീയ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1994 മുതൽ 2019 വരെ സിപിഐയുടെ ദേശീയ സെക്രട്ടറിയായിരുന്ന രാജ 2019 ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2022 വിജയവാഡ കോൺഗ്രസിൽ വീണ്ടും ജനറൽ സെക്രട്ടറിയായി. 2007 2013 തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭയിലേക്ക് 2 തവണ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേവലം സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടം എന്നതിലുപരി ഇന്ത്യയിലെ ജാതി വിവേചനത്തിനെതിരെയും പോരാടേണ്ടതുണ്ട് എന്ന നിലപാടാണ് ഡി രാജ സ്വീകരിച്ചിട്ടുള്ളത്. സിപിഐയുടെ വനിതാ വിഭാഗമായ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ ജനറൽ സെക്രട്ടറിയും മലയാളിയുമായ ആനി രാജയാണ് ജീവിത പങ്കാളി. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.